2 കിഴങ്ങും 1 ക്യാരറ്റും മാത്രം ഉണ്ടെങ്കിൽ നല്ല അടിപൊളി വെജിറ്റബിൾ റോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും 5 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചീമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പം നമുക്കൊരു പാനിലേക്ക് ഏകദേശം 1.5 സവാള ഇതുപോലെ വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ മീറ്റ് മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇഫ്താറിൻ്റെ ഒക്കെ ടൈമിലൊക്കെ അമ്മമാർക്ക് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിനകത്തേക്ക് ഏകദേശം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു സ്പൂണാണ് കേട്ടോ ഞാൻ നമ്മൾ മുളക് ഇട്ടിട്ടുള്ളൂ. കാരണം ഇപ്പോൾ ഈ നോമ്പിൻ്റെ ടൈമിലൊക്കെ വൈകുന്നേരം ഒരുപാട് എരിവൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ മുളക് എന്തോരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് കടിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിനയിലോ അല്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പുതിനയില എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതുപോലെ ചീമ്പ് ഇട്ടേക്കുന്ന നമ്മുടെ ക്യാരറ്റും അതുപോലെ കിഴങ്ങും കൂടെ കൂടിയിട്ട് നന്നായിട്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു രീതിയിൽ ഏകദേശം ഒരു 5 മിനിറ്റിന് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവിയേറ്റെടുക്കാം. ആവിയേറ്റെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ ആയിട്ട് നമ്മുടെ ഒരു മസാല ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലൊരു വെജിറ്റബിൾ മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ചിക്കൻ ചെറിയ രീതിയിലൊന്ന് നമ്മൾ മിക്സിയുടെ ജാറ് ചതച്ചിടണമെങ്കിൽ വേണമെങ്കിൽ ആ കൂട്ടത്തിലൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫാണെന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെജ് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ ഞാനിപ്പോൾ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഏകദേശം ഒരു ചെറിയൊരു കപ്പിൽ മൈദമാവും 1 കപ്പ് നമ്മൾ അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു പരുവത്തിൽ ഇതുപോലെ ഒന്ന് കയ്യിൽ ഇത്തിരി എണ്ണയൊക്കെ തുടച്ച് കൊടുത്തിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കത് ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പിൽ മൈദമാവ് എടുത്തതുകൊണ്ട് തന്നെ ഏകദേശം ഇച്ചിരി വലിയ റോളായിട്ട് തന്നെ കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5-8 എണ്ണം കിട്ടും കേട്ടോ. അപ്പം നിങ്ങളുടെ ഞാനിപ്പോൾ ഇച്ചിരി വലിയ റോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇച്ചിരി ചെറുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പത്തിരി പ്രസ്സിലാണ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കണമെങ്കിൽ പെട്ടെന്ന് പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ മസാല ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മൈദമാവ് തന്നെ ഇട്ട് നമ്മളിങ്ങനെ നമ്മൾ ഒരു പരത്തിയെടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരി പ്രസ്സിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമുക്കത് റോളാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഇനിയിപ്പം നിങ്ങൾക്ക് മൈദമാവ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുക്കാം. അപ്പോൾ നമ്മളിത് പരത്താൻ നേരത്ത് നമ്മളത് പരത്തുന്ന പ്രസ്സിൽ ഇത്തിരി മാവ് തൂളി കൊടുത്തിട്ട് പരത്തിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ അകത്ത് ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉന്നക്കയൊക്കെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉരുട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ അത് ഉരുട്ടി ഫുള്ളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ ഒറ്റ ഒരു മുട്ട എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് മുക്കി പൊരിക്കാനാണ്. അപ്പം ഉപ്പിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇച്ചിരി ഉപ്പിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത്തിരി നമ്മൾ ആ ഒരു അവിടെ ഉരുട്ടി വെച്ചേക്കുന്ന നമ്മുടെ ഇതുപോലെയുള്ള എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന് പൊടിച്ച് വയ്ക്കുക. ബ്രെഡ് ഇതുപോലെ നിങ്ങളെടുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ മുക്കിയെടുത്ത് ഇതുപോലെ ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നോക്കി 2 കിഴങ്ങും 1 ക്യാരറ്റിനും കൂടെ നമുക്ക് ഇത്രയും റോള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒട്ടും എണ്ണ കുടിക്കത്തില്ല കേട്ടോ. നമ്മൾ ഒരു ബ്രെഡ് പൊടി മുകളിൽ കോട്ടിങ് വന്നേക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ക്രിസ്പായിട്ടിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയുള്ള നല്ലൊരു വെജ് റോളാണ് കേട്ടോ. 14-16 കൊടുക്കണ്ടേ നമുക്ക് കടകളിലൊക്കെ വെജ് റോളിന്. അപ്പം ഏകദേശം നമുക്ക് ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ വെജ് റോൾ വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോമ്പിൻ്റെ ടൈമിലൊക്കെ ഉമ്മമാർക്ക് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ക്രിസ്പി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.